റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാടകീയ രംഗങ്ങൾ. അറസ്റ്റ് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി റാമിനെ വിട്ടയച്ചു. തുടർന്ന് പുറത്തിറങ്ങിയ റാമിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട്. ആന്റണി, എങ്ങനെയാണ് വിവരങ്ങൾ? വളരെ നാടകീയമായ സംഭവങ്ങളാണ് കണ്ണൂർ തലശ്ശേരി അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ റാമിനെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ സമയത്ത് പ്രതിഭാഗം കോടതിയിൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്തിനാണ് ഈ അറസ്റ്റ് എന്നതടക്കം ഈ പ്രതിയെ അറിയിക്കാതെയാണ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ഈ കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി റാമിനെ വിട്ടയക്കുകയാണ് ചെയ്തത്. അതായത് ക്രൈംബ്രാഞ്ചിന്റെ നടപടി നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അത് നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറസ്റ്റ് ചെയ്തയാളോട് പറഞ്ഞില്ല. ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഒരു തീരുമാനം വന്നത്. അതനുസരിച്ച് റാമിനെ കോടതിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. തുടർന്ന് ഭാര്യയ്ക്കും സഹോദരിക്കും ഒപ്പം റാം പുറത്തേക്ക് പോകുമ്പോൾ കാറിനകത്ത് അടുത്ത് എത്തി പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എവിടേക്കാണ് കൊണ്ടുപോയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഈ സമയത്ത് ഭാര്യ അടക്കമുള്ളവർ പറയുന്നത് തങ്ങളെ തള്ളി മാറ്റിയ ശേഷം ബലം പ്രയോഗിച്ചുകൊണ്ട് റാമിനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ്. വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഡിവൈഎസ്പി ആണ് വന്നതെന്നാണ് അവർ പറയുന്നത്. ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചിപ്പോൾ വീണ്ടും പ്രതിഭാഗം ജഡ്ജിയുമായി സംസാരിക്കുന്നുണ്ട്. ഈ ക്രൈംബ്രാഞ്ചിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ പ്രതിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രണ്ടാമതും വീണ്ടും കസ്റ്റഡിയിലെടുത്തത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം അടക്കം ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ രാവിലെയാണ് റാമിനെ പോലീസ് സംഘം കുടകിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. ഏതായാലും ഇപ്പോൾ റാമിനെ പിന്നീട് കോടതി ഈ പ്രതിഭാഗത്തിന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിട്ടയക്കുകയും ചെയ്തു. ഈ വിട്ടയച്ചതിന് ശേഷമാണ് റാമിനെ ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതും കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് പുറത്തേക്ക് ഇറങ്ങി കോടതിയുടെ മുറ്റത്ത് വെച്ച് ആണ് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.